ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ് വിൽ ഗിവ് എൻ അസോട്ട് ഡൈ എന്നാണ് ചോദ്യം. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ചെയ്ത് നോക്കാം. ബാക്കി അത് തന്നെ ആയിരിക്കും ആൻസർ വരിക. അതായത് ഇതാണ് നൈട്രോബെൻസീനിലോട്ട് എന്താ ചെയ്യുന്നത്, റിഡക്ഷൻ നടത്തുക അല്ലെ. നൈട്രോബെൻസീൻ റിഡക്ഷൻ നടന്നാൽ NO2 എന്തായിട്ടാണ് മാറുക, NH2 ആയിട്ടാണ് മാറുക. അടുത്ത സ്റ്റെപ്പ് എന്താ മക്കളെ, ഡയാസോട്ടൈസേഷൻ അല്ലേ. NaNO2/HCl കണ്ടാൽ ഡയാസോട്ടൈസേഷൻ അല്ലേ, അതെന്തായിട്ട് മാറും, ബെൻസീൻ ഡൈ അസോണിയം സാൾട്ട് ആയിട്ട് മാറും. അങ്ങോട്ട് ആരെ ആഡ് ചെയ്യുന്നേ, ബീറ്റാ നാഫ്തോൾ എന്ന് പറയുമ്പോൾ ഇതാണ് ബീറ്റാ നാഫ്തോൾ കേട്ടോ. ഇതാണ് എന്ത്, ബീറ്റാ നാഫ്തോൾ. നിങ്ങൾ പഠിച്ചതാണ്. OHന്റെ പാരാപൊസിഷനോ, ഇവിടെ പാരാപൊസിഷനിൽ ആൾറെഡി ഒരു ബെൻസിൻ ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് അത് നോക്കണ്ട. OHന്റെ ഓർത്തോ പൊസിഷനിലുള്ള H പോവുക, ഇവിടുത്തെ Cl പോവുക, ഇവ തമ്മിൽ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുക. അതാണ് കപ്ലിംഗ് റിയാക്ഷൻ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, ബെൻസീൻ ഡൈ അസോണിയം ക്ലോറൈഡിലുള്ള Cl പോയി, ഇവിടെ ബാക്കി എന്തുണ്ട്, N2 ഉണ്ട്. പിന്നെ ആ ബീറ്റാ നാഫ്തോളിന്റെ ഓർത്തോ പൊസിഷനിലുള്ള ആര് പോയി, H പോയി. അങ്ങോട്ടാണ് ആര് കണക്ട് ചെയ്യുന്നത്, ഇവിടെ ഒരു OH ഉണ്ട്. ആ OHന്റെ ഓർത്തോ പൊസിഷനിലുള്ള H പോയിട്ട് ഇവിടുന്നും പോയിട്ട് ഇവ തമ്മിൽ കണക്ട് ചെയ്യുക. അപ്പൊ ഇതാണ് എന്ത്, ഇതൊരു അസോട്ട് ഡൈ അല്ലേ. ഇതാണ് നമ്മൾ എന്ത് വിളിക്കുക, അസോട്ട് ഡൈ ആയിട്ട് വിളിക്കുക. ഡബിൾ ബോണ്ട് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കപ്ലിംഗ് റിയാക്ഷനിൽ പഠിച്ചിട്ടുണ്ടാകും. ഓപ്ഷൻ 1 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, അമീൻസ് എന്നുള്ള ചാപ്റ്ററിലാണ് ഈ ഒരു ചോദ്യം വരുന്നത്. അമീൻസിൽ നിന്നുള്ള ചാപ്റ്ററിന്റെ ഭാഗമാണ്.